ഹായ് ഓൾ, എല്ലാവർക്കും യുണീക്ക് അക്കാഡമിയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഇന്നത്തെ തംബ്നെയിൽ കണ്ടു കാണുമല്ലോ അല്ലേ? ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ LP-UP ഇൻ്റർവ്യൂവിന് ആവശ്യമായിട്ടുള്ള ഒരു ഡെമോ ക്ലാസ്സാണ്. നമ്മുടെ ബേസിക് സയൻസിലെ പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്ന ടോപ്പിക്ക് എങ്ങനെ നമുക്ക് ക്ലാസ്സിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്നാണ് ഞാൻ പറയുന്നത്. എൻ്റേതായൊരു ഐഡിയയാണ് ഞാൻ പറയുന്നത് കേട്ടോ. നിങ്ങൾ നിങ്ങളുടേതായ എന്തെങ്കിലുമൊക്കെ ഐഡിയ ഉണ്ടെങ്കിൽ അതും കൂടെ ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് കിടക്കാം. ഗുഡ് മോർണിംഗ് മക്കളെ. ഗുഡ് മോർണിംഗ്, വെരി ഗുഡ് മോർണിംഗ്. ഇന്ന് എല്ലാവരും വളരെ ഹാപ്പിയാണല്ലോ. എന്താണ് പ്രത്യേകിച്ചൊരു സന്തോഷം മുഖത്ത്? എന്താണ്? ഓക്കെ. എല്ലാവരും ഫുഡൊക്കെ കഴിച്ചായിരുന്നോ? ഫുഡ് കഴിച്ചല്ലേ? എന്തൊക്കെ ഫുഡാണ് കഴിച്ചതെന്ന്? ദോശ, ചപ്പാത്തി, പുട്ട്. എല്ലാവരും ഫുഡൊക്കെ കഴിച്ചല്ലേ? അപ്പം നമ്മൾ എന്തിനാ ഈ ഫുഡ് കഴിക്കുന്നത്? എന്തിനാ നമ്മൾ ആഹാരം കഴിക്കുന്നത്? എന്തിനാ അത് നിങ്ങൾക്കറിയാവോ? എന്തിനാ? ആരോഗ്യത്തിന്. എന്തിനാ? സന്തോഷം കിട്ടാൻ. ഓക്കെ, സന്തോഷം കിട്ടാൻ. പിന്നെ എന്തിനാ? വളരാൻ വേണ്ടി നമ്മൾ ആഹാരം കഴിക്കുന്നുണ്ടല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ നമ്മൾ മനുഷ്യരും മൃഗങ്ങളും ഒക്കെ ആഹാരം കഴിച്ചിട്ടാണല്ലോ വളരുന്നത്. അപ്പം നമ്മുടെ ഈ സസ്യങ്ങൾ, ഈ മരങ്ങളും ചെടികളും ഒക്കെ എങ്ങനെയാ വളരുന്നത്? അവരെങ്ങനെയാ വളരുന്നത്? നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? അവർക്കും ആഹാരം കൊടുക്കുന്നുണ്ടോ? എന്താഹാരമാണ് കൊടുക്കുന്നത്? വെള്ളം കൊടുക്കുന്നുണ്ട്, വളം കൊടുക്കുന്നുണ്ട്. ഓക്കെയാണ്. അപ്പം ടീച്ചർ ചോദിക്കട്ടെ, ഇപ്പം നമ്മുടെ അഭിജിത്ത് രാവിലെ പുട്ടാ കഴിച്ചതെന്ന് പറഞ്ഞേ. അപ്പോൾ ടീച്ചർ ചോദിക്കട്ടെ, അഭിജിത്തിന് അമ്മ പുട്ടിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ, വെള്ളവും അതുപോലെ നമ്മുടെ അരിപ്പൊടിയും അതുപോലെ തേങ്ങയും ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് തന്നിട്ട് അത് വായിലോട്ട് വെച്ച് തരികയാണോ ചെയ്തത്? അല്ലല്ലേ? അല്ല. പിന്നെ അമ്മ എങ്ങനെയാ ഉണ്ടാക്കിയത്? അതെല്ലാം പാകത്തിന് മിക്സ് ചെയ്ത് അത് പുട്ടാക്കിയാണ് അഭിജിത്തിന് തന്നത്. അതുപോലെ നമ്മുടെ സസ്യങ്ങൾക്കും നമ്മൾ ഈ വെള്ളവും വളവും ഒക്കെ കൊടുത്താൽ അത് അതേപടി കഴിച്ച് വളരുന്നതല്ല. സസ്യങ്ങളിലും ഇതുപോലെ ആഹാരം നിർമ്മിക്കുന്നുണ്ട്. ഓക്കെ ആണോ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കുറച്ച് പേര് കേട്ടിട്ടുണ്ട്, കുറച്ച് പേര് കേട്ടിട്ടില്ല അല്ലേ? നമ്മളിങ്ങനെ വെള്ളവും വളവും കൊടുത്തതുകൊണ്ട് മാത്രമല്ല കേട്ടോ സസ്യങ്ങൾ വളരുന്നത്. ഇവർ ഈ വെള്ളവും വളവും ഒക്കെ വെച്ചിട്ട് സസ്യങ്ങളും ആഹാരം നിർമ്മിക്കുന്നുണ്ട്. കണ്ടിട്ടില്ലെന്നോ? അപ്പം നമുക്കൊന്ന് നോക്കാം എങ്ങനെയാണ് സസ്യങ്ങളിൽ ആഹാരം നിർമ്മിക്കുന്നതെന്ന് നോക്കാവോ? അപ്പം നമുക്കൊരു കുക്കറി ഷോയാണ് കേട്ടോ, കുക്കറി ഷോ. ആദ്യമായിട്ട് നമുക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ആവശ്യമെന്ന് പറയില്ലേ കുക്കറി ഷോയിൽ? അതുപോലെ ഈ സസ്യങ്ങളിലും ഫുഡ് ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെയാണ് ആവശ്യമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ആദ്യം എന്ത് വേണം? നമ്മളെടുത്ത വെള്ളവും വളവും ഒക്കെ വേണം, ജലം വേണം, കാർബൺ ഡൈ ഓക്സൈഡ് വേണം, പിന്നെ എന്ത് വേണം? സൂര്യപ്രകാശം വേണം. അതുപോലെ പച്ചനിറത്തിന് എന്താ പറയുക? ഹരിതകം. അപ്പം എന്തൊക്കെയാ വേണ്ടത്? സൂര്യപ്രകാശം വേണം, കാർബൺ ഡൈ ഓക്സൈഡ് വേണം, ജലം വേണം, അതുപോലെ ഹരിതകവും വേണം. ഇതൊക്കെ ഉപയോഗിച്ചാണ് സസ്യങ്ങളിൽ എന്ത് നിർമ്മിക്കുന്നത്? ആഹാരം നിർമ്മിക്കുന്നത്. ഓക്കെ, ഇൻഗ്രീഡിയൻസ് ഒക്കെ കിട്ടി. പക്ഷേ ഈ ആഹാരം ഉണ്ടാക്കാൻ അടുക്കള എവിടെന്നാ? അല്ലെ, നമ്മുടെ വീട്ടിലാണെങ്കിൽ ആഹാരം എവിടെയാ ഉണ്ടാക്കുന്നേ? വെരി ഗുഡ്, അടുക്കളയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ സസ്യങ്ങളിലും ഒരു അടുക്കള വേണ്ടേ? സസ്യങ്ങളിലെ അടുക്കള ഏതാന്ന് നിങ്ങൾക്കറിയാവോ? സസ്യങ്ങളിലെ അടുക്കള പറഞ്ഞേ. വേരല്ല. പൂക്കളും അല്ല. പിന്നെ പറഞ്ഞേ. ഇലകളാണ് കേട്ടോ സസ്യങ്ങളിലെ അടുക്കള എന്നറിയപ്പെടുന്നത്. ഇലകളാണ്. ഈ സസ്യങ്ങൾ എന്ത് ചെയ്യും? എന്താ ചെയ്യുന്നേ? ഈ ഇലകളിൽ വെച്ച്, അതായത് സസ്യങ്ങളിലെ അടുക്കള എന്നറിയപ്പെടുന്ന ഇലകളിൽ വെച്ച് നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡും ജലവും സൂര്യപ്രകാശത്തിൽ നിന്നുള്ള ഊർജവും ഈ ഹരിതകം, ഇലകളിൽ കാണുന്ന വർണ്ണവസ്തുവാണ് ഹരിതകം. ഈ ഹരിതകത്തിൻ്റെയും സാന്നിധ്യത്തിൽ ഈ ഇലകൾ എന്ത് ചെയ്യും? ആഹാരം നിർമ്മിക്കുന്നു. എന്താണ്? സസ്യങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും ജലവും അതുപോലെ ഹരിതകവും ഉപയോഗിച്ച് സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ ഇലകളിൽ വെച്ച് ആഹാരം നിർമ്മിക്കുന്നു. ഈ ഒരു പ്രക്രിയയ്ക്ക് പറയുന്ന പേരെന്താണെന്നറിയാമോ? കേട്ടിട്ടില്ല അല്ലേ? എന്നാൽ ഈ ഒരു പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് പ്രകാശ സംശ്ലേഷണം. എന്താണ് പ്രകാശ സംശ്ലേഷണം? ഫോട്ടോസിന്തസിസ്. അപ്പം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഫോട്ടോസിന്തസിസ് അല്ലെങ്കിൽ പ്രകാശ സംശ്ലേഷണം എന്താണ് എന്നാണ് പറയാൻ പോകുന്നത്. അപ്പം ടീച്ചർ ഒരിക്കൽ കൂടെ പറയാം എന്താണ് പ്രകാശ സംശ്ലേഷണം എന്ന്.
കാർബൺ ഡൈ ഓക്സൈഡ്, ജലം എന്നിവ ഉപയോഗിച്ച് സൂര്യപ്രകാശത്തിൽ നിന്നുള്ള ഊർജത്തിന്റെ സഹായത്താൽ സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്ന പ്രക്രിയയെ പറയുന്ന പേരാണ് പ്രകാശ സംശ്ലേഷണം. എന്താണ്? ഫോട്ടോസിന്തസിസ്, പ്രകാശ സംശ്ലേഷണം. ഇലകളിലെ ഹരിതകം എന്ന വർണ്ണകമാണ് സസ്യങ്ങളിലെ ആഹാര നിർമ്മാണത്തിന് സഹായിക്കുന്നത്. ഓക്കെയാണോ? ഇനി ആർക്ക് പറയാം എന്താണ് പ്രകാശ സംശ്ലേഷണം എന്ന് പറയാമോ? അല്ലെങ്കിൽ പോട്ടെ, ആദ്യം പറഞ്ഞ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആ പ്രകാശ സംശ്ലേഷണത്തിന് ആവശ്യമായതെന്ന് പറയാമോ? അപ്പൊ ടീച്ചർ ഗ്രൂപ്പായിട്ട് നിങ്ങളെ തിരിക്കാവേ. ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ട് നമ്മൾ ഇപ്പോൾ പഠിച്ചതിൽ എന്തൊക്കെ സാധനങ്ങളാണ് നമ്മുടെ പ്രകാശ സംശ്ലേഷണത്തിന് ആവശ്യമായതെന്ന് ഓരോ ഗ്രൂപ്പും എഴുതണം. എന്നിട്ട് എന്ത് ചെയ്യുക? അതൊന്ന് പ്രസന്റ് ചെയ്യണം കേട്ടോ. ഓരോ ഗ്രൂപ്പും പ്രസന്റ് ചെയ്തിട്ട് ഒരാൾ എന്താണ് പ്രകാശ സംശ്ലേഷണം എന്നുകൂടി പറയുക. അപ്പൊ ഇനി ആരെങ്കിലും ചോദിച്ചാൽ പറയോ സസ്യങ്ങളിൽ എങ്ങനെയാ വളരുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കോ? സസ്യങ്ങളിൽ ഇങ്ങനെ ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ട്, അതുകൊണ്ടാണ് അത് വളരുന്നതെന്ന് പറഞ്ഞു കൊടുക്കോ? നമ്മളെപ്പോലെ സസ്യങ്ങളും വളരാൻ കാരണം അവയും എന്ത് ചെയ്യുന്നുണ്ട്? ആഹാരം നിർമ്മിക്കുന്നുണ്ട്. ഈ ആഹാരം നിർമ്മിച്ച ഇലകളിൽ വെച്ചാൽ മതിയോ? ഇല്ല കേട്ടോ. ഇത് ചില പ്രത്യേക കുഴലുകൾ വഴി ഇതെന്ത് ചെയ്യുന്നുണ്ട്? ചെടിയുടെ എല്ലാ ഭാഗത്തും എത്തിച്ചു കൊടുത്ത് അത് ചെടി എന്ത് ചെയ്യും? ആഗിരണം ചെയ്തിട്ടാണ് വളരുന്നത്. അപ്പോൾ ആ കുഴലുകളെയൊക്കെ കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ ആണല്ലോ? എല്ലാവരും ഹാപ്പി ആണല്ലോ? അപ്പൊ ഇന്ന് നമ്മൾ പഠിച്ച ടോപ്പിക് എന്താ? പ്രകാശ സംശ്ലേഷണം. ഓക്കെ ആണല്ലോ? അപ്പൊ എല്ലാവരും അടുത്ത ക്ലാസ്സിൽ നോക്കിയിട്ട് വരുമല്ലോ അല്ലേ? ഓക്കെ. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ചെറിയൊരു ടോപ്പിക്കാണ് പ്രകാശ സംശ്ലേഷണം എന്ന ടോപ്പിക്ക് എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം എന്നാണ് ഇന്നത്തെ ഒരു ക്ലാസ്സിൽ പറഞ്ഞത്. അപ്പോൾ എന്ത് ചെയ്യുക? എല്ലാവരും നിങ്ങളുടേതായ ശൈലിയിൽ ക്ലാസ്സുകൾ എടുക്കാനായിട്ട് നോക്കുക. മറ്റൊരാളെ അനുകരിക്കുമ്പോൾ നമ്മുടെ ക്ലാസ് കൂടുതൽ ഫ്ലോപ്പ് ആവുക ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെ എടുക്കണമെന്നൊരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടേതായ ശൈലിയിൽ ക്ലാസ്സുകൾ എടുക്കുക. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. ഹാപ്പി ലേണിംഗ്. താങ്ക് യു ഓൾ.